ഓട്ടോറിക്ഷക്കാരനായ റെജി മിക്കവർക്കും സുപരിചിതനാണ്. എന്നാൽ നിസ്സാരക്കാരനല്ല കക്ഷി. ആള് കൂളാണെങ്കിലും കുംഫു മാസ്റ്ററാണ്. പതിനെട്ട് വർഷമായി തിരുവനന്തപുരം കുമാരപുരത്ത് കുംഫു അക്കാദമി നടത്തുന്ന റെജി മാസ്റ്ററിന് കീഴിൽ നിരവധി പേരാണ് കുംഫു അഭ്യസിക്കുന്നത്. Okay, seat up. Pull back. എൻ്റെ മോനാണ് പഠിക്കുന്നത്. 2 വർഷത്തോളമായി മോനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചില്ല 2 വർഷം കൊണ്ട് തന്നെ മോന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പോകാൻ പറ്റി. ടീച്ചറിൻ്റെ കഴിവ് തന്നെയാണ്. സാറ് എത്ര ക്ഷമയോട് കൂടിയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വളരെ നല്ലതായിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ക്ലാസ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. മെന്റലി നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടായി. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു ക്ലാസ്സാണ് സാർ. നമ്മൾ നേരത്തെ കണ്ട ഓട്ടോറിക്ഷ റെജിച്ചേട്ടൻ ചില്ലറക്കാരനല്ല, കുംഫു മാസ്റ്റർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും അദ്ദേഹത്തിന്റെ ട്രെയിനിങ് സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 കുട്ടികളെ ഇന്ന് ക്ലാസ് ആരംഭിച്ചതാണ്. പക്ഷേ ഇന്നൊരു 18 വർഷമായി ഞാൻ സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്നു. പിന്നെ നിരവധി സീനിയേഴ്സ് ഉള്ള കുട്ടികളുണ്ട്, ജൂനിയർ ആയിട്ടുള്ള കുട്ടികളുണ്ട്. പിന്നെ പല വർഷം പല ബാച്ചുകൾ വന്ന് പോയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉഷു അസോസിയേഷൻ്റെ അഫിലേഷനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു കുംഫു ഉഷു അസോസിയേഷൻ്റെ അഫിലേഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 21 നാഷണൽ സംഘടിപ്പിച്ച കുംഫു ഉഷു വാരണാസിയിൽ എൻ്റെ 2 മക്കളും നാഷണലിൽ പങ്കെടുത്തിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകുമെന്നുള്ള പേരൻസിനൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഈ അക്രമണാസ്തമാകും. പക്ഷെ അതൊക്കെ ഒരു ഹൃദ്യമായ ധാരണയാണ്. കാരണം ഇത് പഠിച്ച ഒരാളും സമൂഹത്തിൽ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങൾക്ക് ഏകദേശം മാർക്ക് വാങ്ങിച്ച കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നത് കൊണ്ട് മാത്രം പഠനത്തിന് പുറകെ പോകുമെന്നുള്ളതല്ല, പഠനത്തിൻ്റെ സപ്പോർട്ടാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ശരീരത്തിന് ഒരു സെൽഫ് കൺട്രോൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ളതാണ് ഇതിനകത്തുള്ള ഓരോ ലെസൺസ്. അവർക്കും പഠിക്കാൻ താല്പര്യങ്ങൾ കാണും. പക്ഷേ ചില പ്രായക്കാർക്ക് ഒരു 30 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്കുള്ള ചിന്ത നമ്മൾ കുട്ടികളെ പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് പറ്റുമെന്നുള്ളതിന് അങ്ങനെയല്ല. ഇതിനകത്ത് ഓരോരുത്തർക്കും ചെയ്യാനുള്ള സെക്ഷൻസ് തന്നെ ഓരോ കുട്ടികൾ ചെയ്യുന്ന, ഇപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ അവരുടേതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ല, അതായിരിക്കില്ല ഒരു 40 വയസ്സായ ആൾക്കാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവർ തെറ്റിദ്ധരിക്കുന്ന മാക്സിമം ചെയ്യണം. എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് പലരും പുറകോട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ഓട്ടോ ജീവിതവും ഒരു കുംഫുവും രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്ത്? ഓട്ടോ ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ നമുക്ക് ഇത് കൊണ്ടുപോകാനുള്ളതാണ്. കാരണം എനിക്ക് ഓട്ടോ ജീവിതം അല്ലായിരുന്നു. ഞാനൊരു പ്രസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. സാധാരണ എല്ലാവരും ഓഫീസിൽ പോകുന്ന പോലെ ഒക്കെ പോയി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഇതുമായിട്ട് കൊണ്ടുപോകാൻ നമ്മളെ സമയവും പിന്നെ ഒരാളുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം കൊടുക്കണം. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചാമ്പ്യൻഷിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അങ്ങനെ നമുക്ക് ലീവ് എടുക്കാനും ബാക്കി കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. സെൽഫ് ഇതായിട്ട് നമ്മൾ ഓട്ടോ ഫീൽഡിൽ വന്നതാണ്. മിക്ക ആൾക്കാരും ഈ വൈകുന്നേരത്തെ ട്രെയിനിങ്ങാണ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. കാരണം ഇവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്നുള്ളത്. ശരിക്കും വൈകുന്നേരമല്ല ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്, രാവിലെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ അവധി ദിവസങ്ങളിലും ഈ ശനി ഞായറുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ക്ലാസ് കൂടുതലും കൊടുക്കുന്നത്. അത് രാവിലെ തന്നെ വെക്കുക. അത് രാവിലെ വെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നമുക്കൊരു ശീലം ഉണ്ടാവണം. ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈമിങ് അല്ലെങ്കിൽ നമ്മൾ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സമയം, രാവിലെ ഉറക്കം എണീക്കുക, അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കൂടി തന്നെയാണ് എൻ്റെ അടുത്ത് പല ആൾക്കാരും വിളിച്ചിട്ട് വൈകുന്നേരം ക്ലാസ് ഉണ്ടോ, ഇന്ന സമയത്ത് ക്ലാസ് ഉണ്ടോ. കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ കൂടെ തന്നെ അത് മാറി പിന്നീട് അവർ വളർന്നു വരുമ്പോൾ അത് ശീലമാകും. കീഴിൽ ഈ ഒരു അക്കാദമിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും. അപ്പം അവരെങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? എങ്ങനെ? ടാമോലാമ കുംഫു ക്ലബ് എന്നാണ്, ഹെൽത്ത് ക്ലബ് എന്നാണ്. പിന്നെ ഇത് കുമാരപുരം ആണ് എൻ്റെ സ്ഥലം. കുമാരത്താണ് ക്ലാസ് എടുക്കുന്നത്. കുമാരൻ ടെന്നീസ് കോംപ്ലക്സിനകത്താണ്. രാവിലെ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയൂ. സ്റ്റെക്കിൻ്റെ ബേസിക്സ് ആണ്. ബേസിക്സ് റൊട്ടേഷനാണ്, സിംഗിൾ.
കേരള സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. ഒരു പ്രാവശ്യം നാഷണൽ സെലക്ഷൻ കിട്ടി. സാഹചര്യം കാരണം പോകാൻ പറ്റിയില്ല. പിന്നെ കേരള ഒളിമ്പിക്സ് സംഘടിപ്പിച്ച ആദ്യത്തെ വുഷുവിലെ സ്റ്റേറ്റ് ചാമ്പ്യൻ ഞാനായിരുന്നു. പിന്നെ ഇപ്പോൾ ഫാമിലിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പ്രാക്ടീസ് കുറവാണെങ്കിലും ആരോഗ്യപരമായ കാര്യത്തിൽ ഇപ്പോഴും ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ വുഷു അസോസിയേഷൻ്റെ പ്രാക്ടീസ് മൂലം എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ ചേട്ടൻ്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ പ്രാക്ടീസ് കുറവാണെന്ന് ഒരിക്കലും തോന്നില്ല കേട്ടോ. അത് ഞങ്ങളുടെ ഇവിടുത്തെ പ്രാക്ടീസിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ എത്ര നാൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും മറ്റും നമ്മുടെ ശരീരം വിട്ട് പോകാറില്ല. ഇടിയിട്ടുമെന്ന് അറിയില്ല. ഇവിടെ നല്ല രണ്ടുപേരും പൊരിഞ്ഞ മത്സരത്തിലാണ്. മോളെ പേരെങ്ങനെയാണ്? കീർത്തന. എത്ര നാളായി കുഫു പഠിക്കാൻ തുടങ്ങി? 8 വർഷം. 8 വർഷമായി. മോളുടെ പേരോ? അമ്മേ എത്ര നാളായി? 5-6 months ആവാറായി. എന്ത് തോന്നുന്നു ഒരു 6 monthsലൊരു ചേഞ്ചസ്? കൊള്ളാം, പഠിക്കുന്നതിൽ നല്ല ഒരു മാറ്റമുണ്ട് എനിക്ക്. അല്ലേ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറാനായിട്ടും കൂടെ ആയിട്ട് വന്നു. എന്തായിരുന്നു ഒരു ഫിസിക്കൽ ഉണ്ടായിരുന്ന ഒരു ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ എന്താ? ശ്വാസം മുട്ടല്. ശ്വാസം മുട്ടൽ. കുംഫു ചെയ്തപ്പോൾ എങ്ങനെയായത്? അത് മാറി. ക്ലാസ്സും ഒക്കെ എല്ലാം നല്ലതാണ്, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് പഠിപ്പിച്ചു. ജില്ലയും സ്റ്റേറ്റും 4 വട്ടം സ്റ്റേറ്റും 4 വട്ടം ജില്ലയും പങ്കെടുത്തു. പിന്നെ 1 വട്ടം സ്റ്റേറ്റ്. 4 വർഷമായിട്ട് ഞങ്ങൾ മാസ്റ്ററിൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രം സിറ്റി വന്നപ്പോൾ തൊട്ട് മോൻ്റെ ആഗ്രഹപ്രകാരം കുംഫു പഠിക്കാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയത് വളരെ നല്ലൊരു മാസ്റ്ററിൻ്റെ അണ്ടറിലാണ്. ക്ലാസ്സാണ് സാറിൻ്റെ. മാസ്റ്ററിൻ്റെ കീഴിൽ പഠിക്കുന്നു. 4 വർഷം എന്തെങ്കിലുമായി. എങ്ങനെ തോന്നുന്നു ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ? അത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് മച്ച് മോർ ആക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് ഫ്രം ഞാൻ തുടങ്ങിയത് ഈ ക്ലാസ്. പ്രാക്ടീസ് ഞാൻ കുറേ ചെയ്യും. ടൈം എങ്ങനെയാണ്? ടൈം ഈവനിങ് എന്തെങ്കിലും ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുക. തന്നെ കുട്ടികളാണ്. റെജി മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് പാരൻറ്റ് കുട്ടികളുമല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ എത്ര നാളെ ഇവിടെ ഇങ്ങനെ ഒരു പരിശീലനം തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 2 വർഷത്തിന് മുകളിലായി. ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു തൊഴിലാളിയാണ്. അവിടെ ഇരുന്നുള്ള ജോലി കാരണം ഒത്തിരി നടുവേദന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇതിൽ ചെയ്യുന്ന ബേസിക് എക്സസൈസുകളും അതേപോലെ ഇതിലുള്ള വ്യത്യാസപ്പെട്ട കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേഹം അനങ്ങുകയും അതിൽ കൂടി നമ്മുടെ ഈ ഇരുന്നുള്ള വർക്ക് മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം ഒഴിവാകുകയും ഇപ്പോൾ യോഗ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയുള്ള നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്? കൊള്ളാം. മാസ്റ്ററോ? കൊള്ളാം. ഇഷ്ടമാണ് പഠിക്കാൻ വരാൻ? ഡോക്ടർ ഡെവലപ്മെൻറ്റിലൊക്കെ എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്തി? ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാം കുട്ടികളൊക്കെ എപ്പോഴും ഓൺലൈനും ടി വിയും ഒക്കെ, പക്ഷേ മോൻ അതിനെല്ലാത്തിനും നല്ല വ്യത്യാസമുണ്ട്. ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. ഏർലി മോർണിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുന്നുണ്ട്. ഫുഡിനായിരുന്നാലും നമുക്ക് മറ്റു കുട്ടികളെയൊക്കെ പോലെ അധികം ഫാസ്റ്റ് ഫുഡ് മോനെ അധികം സാറ് അതിനും പറയുന്നുണ്ട്, ഡയറ്റ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് അവർക്കും കൂടുതൽ താല്പര്യമൊക്കെ. ഒരു ഓട്ടോ കൊണ്ട് മാത്രം ഉപജീവനം എന്നുള്ളതല്ല, ഒരു കല, അതായത് ഒരു മാർഷൽ ആർട്സ് പഠിപ്പിച്ച് യുവതലമുറയിലും ഒപ്പം തന്നെ വരും തലമുറയ്ക്കും പ്രചോദനമാവുകയാണ് റെജി എന്ന മാസ്റ്ററും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും ഒക്കെ. എല്ലാവിധ ആശംസകളും നേരുകയാണ് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ഒപ്പം തന്നെ ഈ ഒരു കുംഫു അക്കാഡമിക്കും. ക്യാമറമാൻ നന്ദകുമാറിനും അസിസ്റ്റന്റ് ക്യാമറാമാൻ അനന്തുവിനുമൊപ്പം വീണ, ഓൺലൈൻ വാർത്ത 24/7 തിരുവനന്തപുരം.